അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സിത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇനി ഇറാന് ഉദ്ധാരണശേഷിയില്ല, ഉദ്ധാരണശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു, തങ്ങൾ അതെല്ലാം ഇല്ലാതാക്കി, ഇനി മിസൈലോ അല്ലെങ്കിൽ മറ്റൊന്നും ഉദ്ധരിക്കാനുള്ളതൊന്നും കയ്യിലില്ല, അത് ഞങ്ങളുടെ മുതലാളിയും ഇസ്രയേലിലെ മുതലാളിയും ചേർന്ന് തകർത്തു എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം ഇസ്രയേലിൽ നടന്നത് മിസൈൽ വർഷമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 2 ആഴ്ചകൾക്കിടയിലെ ഏറ്റവും ശക്തമായ ടെല്ലവീവിലെ ആക്രമണമാണെന്നാണ് പറയപ്പെടുന്നത്. മണിക്കൂറുകളോളമാണ് ആളുകൾ ബങ്കറുകളിൽ കഴിഞ്ഞത്. പിന്നെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ട്രംപ് മച്ചമ്പി തന്നെ രംഗത്ത് വന്ന് നിർണായകമായ വിജയം നേടിയിരിക്കുന്നു, എല്ലാ ഉദ്ധാരണശേഷിയും ഇല്ലാതാക്കിയിരിക്കുന്നു, നാവികസേനയുടെ ഉദ്ധാരണശേഷി കഴിഞ്ഞു, എയർഫോഴ്സ് കഴിഞ്ഞു, ബാക്കി എല്ലാ സംഗതികളും കഴിഞ്ഞു എന്ന് അവകാശപ്പെട്ട് മണിക്കൂറുകൾക്കകം അടുത്ത ആക്രമണം ഇസ്രയേലിൽ നടത്തി. അതും ഒരു മിസൈൽ വർഷമായിരുന്നു. എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും അവകാശപ്പെടുന്ന ഉദ്ധാരണശേഷി കുറവ് ഇറാനില്ല. യഥാർത്ഥത്തിൽ ഉദ്ധാരണശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഒരിക്കലും റെഡിയാവാത്തതും പീറ്റർ ഹെക്സിത്തിൻ്റെ മെയിൻ മുതലാളിയായ ട്രംപിനും അതുപോലെ 2ാം മുതലാളിയായ നെതന്യാഹുവിനുമാണെന്നാണ് യുദ്ധത്തിനെക്കുറിച്ച് വിലയിരുത്തുന്നവർ പറയുന്നത്. ഏതായാലും യുദ്ധമുടൻ അവസാനിപ്പിക്കുമെന്നും നിർണായക ലക്ഷ്യങ്ങൾ കൈവരിച്ചുവെന്നും ട്രംപ് അമേരിക്കൻ ജനതയോട് പറയുകയും ചെയ്തു. യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് ഇത്രയും മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞപ്പോൾ ലോകം മുഴുവൻ വീർപ്പുമുട്ടി തുടങ്ങി. ഒരു തരത്തിലും മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥ. അത് ലോകം മുഴുവനല്ല, അമേരിക്ക അടക്കം. അതുകൊണ്ടാണ് ദശലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. അപ്പോഴേക്കും ട്രംപ് മുതലാളിയുടെ മൂഡിൽ ചൂട് തട്ടി. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആയുധങ്ങളുടെ വാങ്ങലിലും വിൽപ്പനയിലുമെല്ലാം പീറ്റർ ഹെക്സിത്തിന് പല താല്പര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന ചില റിപ്പോർട്ടുകളുമൊക്കെ ഗാർഡിയൻ അടക്കമുള്ളവർ പുറത്തുവിട്ടിരുന്നു. ആ സന്ദർഭത്തിലാണ് ഇന്നലെ പീറ്റർ ഹെക്സിത്ത് രംഗത്ത് വന്ന് തങ്ങൾ ഇറാൻ്റെ എല്ലാ ഉദ്ധാരണശേഷിയും ഇല്ലാതാക്കിയെന്നും ഉദ്ധാരണശേഷിയുടെ മികവിന്നി ട്രംപിനും നെതന്യാഹുവിനുമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞത്. അദ്ദേഹം ഒരു പ്രക്ഷേപണയോഗ്യമായ വാർത്തകളൊക്കെ പുറത്തുവിട്ട് മണിക്കൂറുകൾക്കകം ഇസ്രയേലിൽ മിസൈൽ തീമഴ പെയ്തു. നിറയെ മിസൈൽ ആക്രമണമായിരുന്നു. മണിക്കൂറുകൾ നീണ്ടുനിന്ന മിസൈൽ ആക്രമണമായിരുന്നു. ആ മണിക്കൂറുകൾ നീണ്ടുനിന്ന മിസൈൽ ആക്രമണത്തിനൊടുവിൽ മണിക്കൂറുകളോളം ബങ്കറിൽ കഴിയേണ്ടി വന്നു ഇസ്രയേൽ ജനത. അത് ഒരുവിധം പൂർത്തിയായി റെഡിയായി വന്നപ്പോഴാണ് രാജ്യത്തോട് ട്രംപ് മച്ചമ്പി എന്തോ പറയാൻ പോകുന്നു എന്ന് വലിയ വാർത്ത വന്നത്. അങ്ങനെ അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ അദ്ദേഹം അമേരിക്കക്കാരെ അഭിസംബോധന ചെയ്തു. അദ്ദേഹവും ഇതുപോലെ തന്നെ പറഞ്ഞു, മാരകമായ ഉദ്ധാരണശേഷിയെല്ലാം തീർന്നു, വളരെ വേഗത്തിൽ അമേരിക്ക ലക്ഷ്യം കൈവരിച്ചു, ഇനി ആകെ ഒരാഴ്ചയോ 10 ദിവസമോ കണ്ട് സമയമാണുള്ളത്, അത് മാരകമായ പ്രഹരമായിരിക്കും, ഇതുവരെ നടന്നതുപോലെ ഒന്നും ആയിരിക്കില്ല എന്നൊക്കെ അടങ്ങുന്ന വലിയ പ്രഭാഷണം കഴിഞ്ഞ് അത് പൂർത്തിയായാൽ പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് ഇപ്പം തന്നെ 90% പൂർത്തിയായി, ഇനി 10% കൂടിയേ ഉള്ളൂ. അത് 2 ദിവസം കൊണ്ട് അദ്ദേഹം പൂർത്തിയാക്കി കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയവനായ നിലയിൽ ഇറാൻ്റെ ഉദ്ധാരണശേഷി മുഴുവൻ ഇല്ലാതാക്കി അദ്ദേഹം പിടിച്ചെടുത്ത് അവസാനിപ്പിച്ച് കളയും എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. അത് പറഞ്ഞ് മൈക്ക് ഓഫ് ആവുന്നതിന് മുമ്പ് ഇസ്രയേലിലേക്ക് വീണ്ടും മിസൈൽ അടിച്ചു ഇറാൻ. ഇതാണ് സിറ്റുവേഷൻ. എന്ന് വിചാരിച്ച് അമേരിക്ക അടിക്കില്ലെന്നോ ഇസ്രയേലിന് അടിക്കാൻ കഴിയില്ലെന്നോ ഒന്നുമല്ല, അടിക്കും. ആ അടിയുടെ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിലെ ഇവരുടെ രാജ്യങ്ങളാണ്. അതുകൂടാതെ ഇറാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ടെക് ഭീകരൻ ഭീമന്മാരെ ഇനി ഉന്നം വെക്കുമത്രേ. ഈ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ തുടങ്ങിയ അമേരിക്കൻ ടെക് ഭീകരന്മാരുടെ സ്ഥാപനങ്ങളെല്ലാം ഷോക്കേസ് ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ. അതായിരിക്കും അടുത്ത ഉന്നമെന്ന്.